Hello friends, welcome to my channel. In February 2 ആയി നമ്മുടെ ചാനൽസ് ട്രയൽ റെഗുലേഷൻ പ്രകാരം ചാനൽസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നേരെ സൺ ഡയറക്റ്റ്, ടാറ്റാ സ്കൈ പോലെയുള്ള DTHകളും കേബിൾ TV സർവീസ് പ്രൊവൈഡേഴ്സും നമ്മൾ ചാനൽ ഒഫീഷ്യലായിട്ട് സെലക്ട് ചെയ്യേണ്ട അവരുടെ വെബ്സൈറ്റുകളിൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അല്ല അവരുടെ ആപ്ലിക്കേഷനുകളിൽ നമുക്ക് വേണ്ട ചാനൽസ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യാൻ അവർ ഒഫീഷ്യലായിട്ടുള്ള ലിങ്ക് വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും നമ്മളത് എത്രയും പെട്ടെന്ന് നമുക്ക് വേണ്ട ചാനൽസ് ഏതാണെന്ന് ചൂസ് ചെയ്യേണ്ടതും ആണ് എന്ന് അവർ ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അന്നേരം അതെങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ കിട്ടുന്ന ഒരു ന്യൂസ്, ഈ റെഗുലേഷൻസ് February 6 വരെ നീട്ടി വെച്ചിട്ടുണ്ട്. February 7 മുതലാണ് ഈ റെഗുലേഷൻസ് നിലവിൽ വരുന്നതെന്നും അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ സെലക്ട് ചെയ്യണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കുന്നത്. ഇത് ഒഫീഷ്യലായിട്ട് കിട്ടിയിരിക്കുന്ന ന്യൂസ് അല്ല, ഇൻഒഫീഷ്യലായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. ഇതാ ന്യൂ ട്രൈയുടെ പുതിയ DTH കേബിളിൻ്റെ എല്ലാ സർവീസിൻ്റെയും ഇൻഒഫീഷ്യലായിട്ട് കിട്ടിയ ന്യൂസാണ്. 7 മുതൽ നിലവിൽ വരും. 7 മുമ്പായിട്ട് നമ്മൾ ചാനൽ ഏതാണെന്ന് സെലക്ട് ചെയ്യേണ്ടതാണ്. സൺ ഡയറക്റ്റ്, ടാറ്റാ സ്കൈ പോലുള്ള DTHകളും കേബിൾ TV ഓപ്പറേറ്റേഴ്സും അതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതോ അതിന് ഉള്ളിൽ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ, അതിനുശേഷം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ലഭിക്കാൻ എന്താണ് ചെയ്യുന്നതെന്നും ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നിലവിൽ ഇപ്പോൾ 1 ഇയർ പാക്ക് അല്ലെ 6 months പാക്ക് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തു, ഇപ്പോൾ 1-2 മാസം ഉപയോഗിച്ചിട്ടുള്ളൂ. അന്നേരം നിങ്ങളുടെ ബാക്കി എമൗണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് നിങ്ങൾ എന്താണ് വെബ്സൈറ്റിൽ കയറി നിങ്ങൾ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നതാണ്. സോ ഡയറക്റ്റ്ലി വി ക്യാൻ ഗോ ടു വീഡിയോ. ട്രൈയുടെ പുതിയ റെഗുലേഷൻസിനെ കുറിച്ചുള്ള ന്യൂസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ റെഗുലേഷനെ കുറിച്ചുള്ള ന്യൂസ് പ്രകാരം എല്ലാ DTH പ്രൊവൈഡേഴ്സും അവരുടെ ടാറ്റാ സ്കൈ പോലുള്ള എല്ലാ DTH പ്രൊവൈഡേഴ്സും നമുക്ക് അവരുടെ സൈറ്റുകളിൽ നമ്മൾ ചാനൽ എങ്ങനെ ചൂസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ ന്യൂസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സൺ ഡയറക്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. സൺ ഡയറക്റ്റ് ചെക്ക് ചെയ്യുന്നത് സൺ ഡയറക്റ്റിൻ്റെ ചാനലിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണിത്. സൺ ഡയറക്റ്റിൻ്റെ ചാനലിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പഴയ SD വേണേൽ SD ചൂസ് ചെയ്യാം, HD വേണേൽ HD ചൂസ് ചെയ്യാം. പക്ഷേ അവർ അതോടൊപ്പം തന്നെ അവരുടെ നിലവിലുള്ള ചാനൽസിൻ്റെ പാക്സ് എല്ലാം അവർ ഇപ്പോഴും ഷോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ജസ്റ്റ് ഈ മൈ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. മൈ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റപ്പ് ബോക്സിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ചില സമയങ്ങളിൽ അവർ OTP സെൻഡ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ അവർ OTP സെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് മൈ അക്കൗണ്ടിൽ പോവാം. മൈ അക്കൗണ്ടിൽ പോയി കഴിയുമ്പോഴാണ് ഇപ്പം പുതുതായിട്ട് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യണം ആ ഒരു പേജിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ OTP കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഡയറക്റ്റ് പോയത്. അന്നേരം നമുക്കിത് നോക്കാം. ഫ്രീ ടു എയർ ചാനൽസ് ഏതാണ് എന്നുള്ളത്. ഫ്രീ ടു എയർ ചാനൽസ് അവർ എല്ലാം ഈ മൂലയ്ക്ക് തന്നെ മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അന്നേരം ഫ്രീ ടു എയർ ചാനൽസിനുള്ള ടോട്ടൽ എമൗണ്ട് 130 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവരിവിടെ കാണിക്കുന്ന എമൗണ്ട് വിത്തൗട്ട് GST ആണ്. തമിഴിൽ നമുക്ക് ഏതൊക്കെ ചാനൽ വേണം നമുക്കിതാ സെലക്ട് ചെയ്യാം. സൺ TV സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ ഓരോന്നും. സൺ TV നമുക്ക് വേണം, സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 19 രൂപ, 149 ആയി. നമ്മൾ മലയാളത്തിലേക്ക് പോയി. മലയാളത്തിലെ പെയ്ഡ് ചാനൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലെ മുഴുവൻ പെയ്ഡ് ചാനൽസ് നമുക്ക് ഏതൊക്കെ ചാനൽസ് വേണം, മലയാളത്തിലുള്ള പെയ്ഡ് ചാനൽസ് എല്ലാം അവരുടെ ഇപ്പോഴത്തെ പാക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ചാനൽസ് പ്രകാരമാണ് അവർ കൊടുത്തേക്കുന്നത്. നമുക്ക് സൂര്യ TV വേണം 12 രൂപ, 160 രൂപ. അതോ അല്ലെങ്കിൽ നമുക്ക് ബൊക്കറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ സിംഗിൾ ചാനൽ വേണ്ട, നമുക്ക് ബൊക്കറ്റ് സിസ്റ്റത്തിൽ മതിയെങ്കിൽ ബൊക്കറ്റ് കൊടുക്കുക. സൺ അൾട്ടിമേറ്റിന് 65 രൂപ, സൺ അൾട്ടിമേറ്റിന് 110 രൂപ. ഓരോ ബൊക്കറ്റ് സിസ്റ്റം മുഴുവൻ ഇവിടെ പ്രൈം പാക്ക്, തമിഴ്, എയർലൈൻ നമുക്ക് ആവശ്യമുള്ള പാക്കേജുകൾ ഫുള്ള് നമുക്ക് ഇവിടെ നോക്കി സെലക്ട് ചെയ്യാം. നേരം ഇവിടെ നോക്കി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫാമിലി ഒഡിയ പാക്ക് മുഴുവൻ നമുക്ക് വേണ്ട ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ പാക്ക് അടക്കം ഉള്ള പാക്കുകൾ ഇവിടെ ഈ ബൊക്കറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ചാനൽ വെച്ച് ചൂസ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് എമൗണ്ട് കൂടുതലാകുന്നത്. അന്നേരം നമ്മളിപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു പാക്കേജ് നമ്മൾ സെലക്ട് ചെയ്യുക. സൺ അൾട്ടിമേറ്റ് പാക്ക് എടുത്തു കഴിയുമ്പോഴത്തേക്കും 65 റുപ്പീസാണ്. ആ 65 ആഡ് ചെയ്യും. നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കൺഫേം കൊടുത്താൽ മതി. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇത് പൂർണ്ണമല്ല. ഇതിൻ്റെ അകത്ത് അവർ എല്ലാ ചാനൽസും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. അതാണ് ഇപ്പം ഇതെല്ലാം അവർ ഇനിഷ്യൽ സ്റ്റേജിൽ അവരും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അന്നേരം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആ DTH പ്രൊവൈഡറെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മീൻസ് കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരെ പറയുന്നത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ്.
നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യേണ്ടത് ട്രായുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറുക, ട്രായിലെ മെയിൽ ID അവർക്ക് ട്രായ്ക്ക് മെയിൽ ചെയ്യുക. അതാണ് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏക വഴി. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ സൺടയറിൻ്റെയാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ നമുക്ക് ടാറ്റാ സ്കൈ നമുക്ക് ചെയ്യാൻ പറ്റും. ടാറ്റാ സ്കൈയുടെ ഇതേ സെയിം പ്രൊസീജിയറാണ്. ടാറ്റാ സ്കൈയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടാറ്റാ സ്കൈയുടെയും ഇപ്പം സൈറ്റ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടാറ്റാ സ്കൈയുടെ സൈറ്റിലും നമുക്ക് ചാനൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ സൺടയറിൻ്റെ എങ്ങനെയാണ് ഞാൻ ചാനൽ സെലക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്കൊരു ഡെമോ കാണിച്ചു തന്നിരിക്കുന്നത്. അതുപോലെ കേബിൾ ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. February 6 വരെയും ഡേറ്റ് ഉണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ ആദ്യം മെൻഷൻ ചെയ്തായിരുന്നു, നിങ്ങളിപ്പോൾ ഓൾറെഡി റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്കറിയാൻ സാധിച്ച February 7 തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങൾ 2 മാസം, നിങ്ങൾ 1 വർഷത്തെ പായ്ക്ക് അല്ല 6 monthsൻ്റെ പായ്ക്ക് എടുത്തു. അതിൻ്റെ അത് നിങ്ങൾ 2 മാസം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 6 monthsൻ്റെ പാക്കിൽ നിന്ന് 2 monthsൻ്റെ പാക്കിനുള്ള എമൗണ്ട് അവർ ഡിഡക്റ്റ് ചെയ്യും. എന്നിട്ട് മിച്ചം നിങ്ങൾക്ക് 4 monthsൻ്റെ പാക്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 600 രൂപയാണ് മിച്ചമുള്ളതെങ്കിൽ ആ 600 രൂപ നിങ്ങൾ പുതുതായിട്ട് ചൂസ് ചെയ്യുന്ന പാക്കിന് ഒരു മാസം 250 രൂപ ആകുന്നുണ്ടെങ്കിൽ ആ 250 രൂപ വെച്ചിട്ട് 600 രൂപ പാക്കിന് 2.5 മാസം ലഭിക്കുമെങ്കിൽ അങ്ങനെ ലഭിക്കും. അന്നേരം നിങ്ങളുടെ എമൗണ്ട് ഒന്നും ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ പുതുതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചൊരു ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രായുടെ പുതിയ റെഗുലേഷൻസ് പ്രകാരം നമ്മൾ സിം പോർട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ സിമ്മിൻ്റെ നമ്പർ ചേഞ്ച് ചെയ്യാതെ നമ്മൾ വേറെ കമ്പനിയുടെ സിം എടുക്കുന്ന പോലെ DTHും പോർട്ട് ചെയ്യാമെന്നുള്ളൊരു സർവീസ് നിലവിൽ വരുന്നുണ്ട്. അത് അധികം താമസിക്കാതെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചാനൽ പ്രൊവൈഡേഴ്സിനെ, മീൻസ് ചാനൽ പ്രൊവൈഡേഴ്സ് അല്ല DTH പ്രൊവൈഡേഴ്സിനെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ സെറ്റപ്പ് ബോക്സ് ചേഞ്ച് ചെയ്യാതെ. അങ്ങനെ നിലവിൽ ഒരു നിയമം കൂടിയും വരുന്നുണ്ട്. നേരം നിങ്ങൾ ആയിട്ട് നിങ്ങളുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽസ് ചൂസ് ചെയ്യുക. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. February 6 വരെയും ഡേറ്റ് ഉണ്ടെന്നാണ് നമുക്ക് ഇൻഒഫീഷ്യലായിട്ട് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് നഷ്ടമാണോ ലാഭമാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങൾ ഓരോരുത്തരും ചൂസ് ചെയ്യുന്ന ചാനലുകൾ പോലെ ഇരിക്കും. അതുപോലെ ഞാനിപ്പോൾ സൺ ഡയറക്റ്റ് കാണിച്ചതുപോലെ നിങ്ങൾക്ക് ടാറ്റാ സ്കൈയോ വേറെ ഏതെങ്കിലും DTH പ്രൊവൈഡേഴ്സിൻ്റെ ചാനൽ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്നുള്ള ഡെമോ കാണണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ വീഡിയോയും ക്രിയേറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. Okay, bye. We can meet with next video next day.